ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ഒന്നാമത്തത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. ഇൻ സീരീസ് കോമ്പിനേഷൻ ദ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് കണക്ഷൻ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൻ്റെ അപ്പുറത്തെ എൻഡിൽ നിന്ന് അടുത്തതിലേക്ക്, അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിഗറിൽ നോക്കൂ, C1, C2, C3 എന്ന് പറഞ്ഞാൽ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. V എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ സീരീസ് കോമ്പിനേഷനിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ ഈച്ച് കപ്പാസിറ്റേഴ്സ് ക്യാരീസ് ദ സെയിം എമൗണ്ട് ഓഫ് ചാർജ് Q. ദിസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സീരീസ് കോമ്പിനേഷനിലുള്ള കപ്പാസിറ്റേഴ്സിലെല്ലാത്തിലും ചാർജ് സെയിം ആയിരിക്കും എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചാർജ് Q ഇസ് ദ സെയിം ഇൻ 3 capacitors. Let V1, V2 and V3 be the potential differences across capacitors C1, C2 and C3 respectively. C1നോടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V1, C2 കൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2, C3 കൂടെയുള്ളത് V3. അങ്ങനെയാണെങ്കിൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ V വിൽ ബി ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. V1 നമുക്കറിയാം C ഈസ് ഈക്വൽ ടു Q ബൈ V ആണെന്ന്. അപ്പോൾ അതിന് V ഈക്വൽ ടു Q ബൈ C ആണ്. അപ്പോൾ V1 ഒന്നാമത്തെ കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ഈക്വൽ ടു Q ബൈ C1. രണ്ടാമത്തെ കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ഈക്വൽ ടു Q ബൈ C2. മൂന്നാമത്തെ കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 ഈക്വൽ ടു Q ബൈ C3. ഇപ്പോൾ V1 കിട്ടി, V2 കിട്ടി, V3 കിട്ടി. ഇനി നമ്മൾ പറയുകയാണ്, ഇഫ് ദ കോമ്പിനേഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ കപ്പാസിറ്റർ വിത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C. ഇപ്പോൾ ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെയും കോമ്പിനേഷൻ ഒരൊറ്റ കപ്പാസിറ്ററിൽ ഒതുക്കുകയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് Q ബൈ C ആയിരിക്കും. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 3 എന്നിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 1. 2ഉം 3ഉം ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് Q ബൈ C ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2 പ്ലസ് Q ബൈ C3. എല്ലാത്തിലും Q ഉണ്ട്. Qനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 1 ബൈ C ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. Thus, the reciprocal of the effective capacitance is equal to the sum of reciprocal of the individual capacitance. അതായത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സിൻ്റെ റെസിപ്രോക്കൽസ് എല്ലാം ആഡ് ചെയ്തതായിരിക്കും. 3 കപ്പാസിറ്ററാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1 ബൈ C ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 ആണ്. ഇഫ് ദർ ആർ n കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ബൈ C ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് എക്സിട്ര അപ് ടു 1 ബൈ Cn. So, in series combination, the effective capacitance is reduced. The effective capacitance will be less than the lowest capacitance in the combination. നമുക്ക് തന്നിട്ടുള്ള കപ്പാസിറ്റൻസുകളിലെ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസിനേക്കാളും കുറവ് വാല്യൂ ആയിരിക്കും സീരീസ് കോമ്പിനേഷനിൽ കിട്ടുക. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അടുത്തത് പാരലൽ കോമ്പിനേഷനാണ്. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. In parallel combination, one plate of each capacitor is connected to a common point A and all other plates of the capacitors are connected to another common point B. ഫിഗറിൽ നോക്കൂ, 3 കപ്പാസിറ്റൻസ് നമുക്ക് എടുത്തിട്ടുണ്ട്. C1, C2, C3 എന്ന് പറഞ്ഞ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു സൈഡിലെ പ്ലേറ്റ് മുഴുവൻ A എന്ന പോയിന്റിലേക്കും അപ്പുറത്തെ സൈഡിലെ പ്ലേറ്റുകളൊക്കെ B എന്ന പോയിന്റിലേക്കും കോമൺ പോയിന്റിലേക്കും കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എക്കും ബിക്കും ഇടയിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ
C1, C2 and C3 are capacitances of 3 capacitors and V is the potential difference applied between the ends. The charges on each capacitors are different. This is the property of parallel combination. പ്രത്യേകം ശ്രദ്ധിക്കുക, പാരലൽ കോമ്പിനേഷനിൽ ചാർജുകൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി ഒന്നാമത്തെ കപ്പാസിറ്ററിന്മേൽ ഉള്ള ചാർജ് Q1 ഇസ് ഈക്വൽ ടു C1V. രണ്ടാമത്തേൻ്റെ ചാർജ് Q2 ഇസ് ഈക്വൽ ടു C2V. മൂന്നാമത്തേൻ്റെ ചാർജ് Q3 ഇസ് ഈക്വൽ ടു C3V. ഇഫ് ദ കോമ്പിനേഷൻ ഈസ് റിപ്ലേസ്ഡ് ബൈ എ സിംഗിൾ കപ്പാസിറ്റർ, ഈ കോമ്പിനേഷൻ അങ്ങനെ തന്നെ ഒരു സിംഗിൾ കപ്പാസിറ്ററുമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ Q ഇസ് ഈക്വൽ ടു CV എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്നിട്ടു. ഇനി ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 3 ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടണു CV ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V. V കോമൺ ആണ് എല്ലാത്തിലും, V കളയണു. അപ്പോൾ C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. അതായത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തന്നിട്ടുള്ള കപ്പാസിറ്റൻസുകളും തമ്മിൽ ആഡ് ചെയ്തതായിരിക്കും. The effective capacitance is equal to the sum of individual capacitance. If there are n capacitors connected in parallel, then the effective capacitance C is given by C1 plus C2 plus C3 plus etc. up to Cn. This parallel combination is used to increase the effective capacitance. The effective capacitance is higher than the highest value of capacitance in the combination. നമുക്ക് തന്നിട്ടുള്ള കപ്പാസിറ്ററുകളിലെ കപ്പാസിറ്റൻസിനേക്കാളും കൂടിയതായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ രണ്ട് കോമ്പിനേഷൻ പഠിച്ചു, കണക്ഷൻ പഠിച്ചു, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അടുത്ത ടോപ്പിക്ക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിൻ്റെ എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. വർക്ക് ഹാസ് ടു ബി ഡൺ ടു സ്റ്റോർ ചാർജസ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ചാർജസ് സ്റ്റോർ ചെയ്യാനാണ്. അങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണം. ദിസ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഈ വർക്ക് ചെയ്യുന്നത്, അതായത് ചെയ്ത വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുക. ദിസ് എനർജി ക്യാൻ ബി റിക്കവേർഡ് വെൻ ദ കപ്പാസിറ്റർ ഇസ് അലൗഡ് ടു ഡിസ്ചാർജ്. പിന്നെ അത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ലെറ്റ് V ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് Q ബി ദ ചാർജ് ഓൺ എ കപ്പാസിറ്റർ. V ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, Q ആണ് ചാർജ് എന്ന് വിചാരിക്കുക. വെൻ an അഡീഷണൽ ചാർജ് dQ ഇസ് ഗിവൺ ടു ദ പ്ലേറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്ലേറ്റിൽ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, അതിലൊരു ഒരു പ്ലേറ്റിന് കുറച്ച് എക്സ്ട്രാ ചാർജ് dQ കൂടി കൊടുക്കണമെങ്കിൽ വർക്ക് ഹാസ് ടു ബി ഡൺ. ദിസ് വർക്ക് dW is equal to V dQ. But we know V equal to Q by C. Therefore dW is equal to Q by C into dQ. The total work done to charge a capacitor from 0 to Q is given by, അതായത് ഒട്ടും ചാർജ് ഇല്ലാത്ത കപ്പാസിറ്ററിനെ മാക്സിമം ചാർജ് ആക്കാനായിട്ട്, Q ചാർജ് ആക്കാൻ വേണ്ട വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കും? W is equal to integral dW. ഇൻറ്റഗ്രൽ കൊടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കണം. ഇൻറ്റഗ്രൽ 0 to Q, ഒന്നുമില്ലാതിരുന്ന ചാർജിൽ നിന്നും ക്യാപിറ്റൽ Q ചാർജ് എത്തിക്കണം. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to Q dW നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. Q by C into dQ ആണെന്ന് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ഇൻറ്റഗ്രേഷന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേഷൻ കംപ്ലീറ്റ് ആക്കുകയാണ്. ഇൻറ്റഗ്രൽ Q dQ എന്ന് പറഞ്ഞാൽ Q²/2 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കണം. അങ്ങനെ ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ കിട്ടി. W is equal to Q²/2C. This is the electrostatic potential energy when a charge Q is stored in the capacitor. ഇതാണ് ഈ വർക്ക് ഡൺ ആണ് കപ്പാസിറ്ററിൻ്റെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ക്യൂനും സിക്കൊക്കെ വാല്യൂസ് മാറ്റി മാറ്റി ഇടുകയാണെങ്കിൽ നമുക്ക് ഈ പൊട്ടൻഷ്യൽ എനർജിക്ക് ഇക്വേഷൻസ് വേറെ കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് Q is equal to CV എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ
W is equal to Q സ്ക്വയർ എന്നുള്ളതിന് പകരം C സ്ക്വയർ V സ്ക്വയർ ബൈ 2C. അപ്പോൾ ഒരു സിയും മുകളിലെ താഴത്തെ ഒരു സിയും വെട്ടിപ്പോവും. അങ്ങനെ ഹാഫ് CV സ്ക്വയർ എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്യൂന് CV എന്നുള്ള വാല്യൂസ് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ഇക്വേഷൻ ഹാഫ് QV എന്ന് കിട്ടുന്നത്. അപ്പോൾ 3 ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്, ശ്രദ്ധിക്കുക.